ആരെങ്കിലും ഒരാൾ വർത്തമാനം പറഞ്ഞ് ഉടനെ തന്നെ പാർട്ടി നിലപാട് സ്വീകരിക്കാൻ പോവുക? അല്ല, പിന്നെന്താ? കുറച്ച് നിരാശാബോധം ഉണ്ടാവും അയ്യങ്ങളതിനെ തെറ്റിദ്ധരിക്കുന്നത്. മനുഷ്യരല്ലേ, ഒരുപാട് കൊല്ലക്കാലം, എത്രയോ പതിറ്റാണ്ടുകൾ പാർട്ടിയുടെ മെയിൻ മുഖ്യധാരയിൽ പ്രവർത്തിച്ച് വന്ന് ഉള്ള അത്തരം സഹാക്കൾ അത്രത്തോളം ഒന്നും ചുമതല ഇല്ലാതിരിക്കുന്ന ഘട്ടം വരുമ്പോൾ അവരെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അതുകൂടി ഇല്ലാതാക്കാൻ പാർട്ടി സംഘടനാ പ്രവർത്തനത്തിന് പല വേദികളുണ്ട്, അതെല്ലാം ഉപയോഗിക്കാം, അതൊക്കെ നൽകണമെന്ന് തന്നെയാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്തി പാർട്ടി മുന്നോട്ടേക്ക് കൊണ്ടുപോകും. ഒരാളെയും ഒഴിവാക്കാൻ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല. ഇതിൽ സുധാകരൻ പറഞ്ഞത് എന്താണെന്നും അതിൻ്റെ ഉദ്ദേശം എന്താണെന്നും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ നല്ല പത്രപ്രവർത്തകരല്ലേ, അദ്ദേഹത്തോട് തന്നെ ഒന്ന് വിളിച്ച് ചോദിക്കും. അദ്ദേഹത്തിൽ നിന്ന് തന്നെ ആ മറുപടി പ്രതീക്ഷിക്കാം. അദ്ദേഹം ഏത് സാഹചര്യം എന്ത് പറഞ്ഞു എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഈ സൈബർ ആക്രമണം ഈ കാലഘട്ടത്തിൽ ഒരു രീതിയായി വന്നിരിക്കുകയാണ്. എന്തും പറയാം, എന്തും വിളിച്ചു പറയാം. ഇതെല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്പലപ്പുഴയിലെ മുൻ എംഎൽഎയും ദേവസ്വം ബോർഡിന്റെ മന്ത്രിയുമായ ജി സുധാകരൻ ഉണ്ടല്ലോ. സുധാകരന്റെ കാലത്ത് എന്തുകൊണ്ട് ഈ കള്ളത്തരങ്ങൾ നടന്നില്ല? ഈ കൊള്ള സുധാകരന്റെ കാലത്ത് എന്തുകൊണ്ട് നടന്നില്ല? സുധാകരൻ ഒരു നല്ല പൊതുപ്രവർത്തകനായതുകൊണ്ട്, അഴിമതിയില്ലാത്ത ഒരാളായതുകൊണ്ടാണ് ആ അമ്പല സ്വത്തുക്കളൊക്കെ സുരക്ഷിതമായിരുന്നത്.